നമസ്കാരം പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ യൂട്യൂബ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുന്ന അവസ്ഥയെ ഒരു ഒന്നാന്തരം തമാശയും കണ്ടു. തമാശ ആ തമ്പിലേയും കണ്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞാൽ പൊട്ടിച്ചിരിച്ചു എന്നുള്ളതാണ്. കാരണം ഈ നമ്മുടെ കേരളത്തിൽ കുറച്ച് സെപ്റ്റി ടാങ്കുകളുണ്ടല്ലോ, നമ്മുടെ മറ്റേ ഹാർപ്പിക് ഹുസൈനും അതുപോലെ തന്നെ നുസ്രത്ത്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പക്ഷേ ഈ ഐറ്റത്തിൻ്റെ പേര് ഞാൻ എൻ്റെ നാവ് കൊണ്ട് പറയത്തില്ല. കാരണം പറഞ്ഞു പോയി കഴിഞ്ഞാൽ എൻ്റെ നാവ് പോലും പുഴുത്തു പോകും. അത് സമൂഹത്തിൽ വെറുക്കപ്പെടുന്ന ഒരു വൃത്തികെട്ട ഒരു ജീവി. ഈ സാധനം ഇട്ടിരിക്കുന്ന തമ്പലൈൻ എന്നെ നിങ്ങൾക്ക് കൊല്ലാനല്ലേ പറ്റൂ, വേറൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ എന്ന്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെ ചിരിക്കാതിരിക്കും? കാരണം ഇതുപോലുള്ള സെപ്റ്റി ടാങ്കുകളെയൊക്കെ ഇടിച്ചു പൊളിച്ചിട്ട് ആരെങ്കിലുമൊക്കെ അകത്തുപോയി കിടക്കാൻ തയ്യാറാവും. അപ്പം എന്നെ ആരെങ്കിലുമൊക്കെ ഒന്ന് തോണ്ടണം, അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും ഒന്ന് മാന്തണം, എങ്കിൽ മാത്രമേ ഞാൻ ഇനി അങ്ങോട്ട് വൈറലാകത്തുള്ളൂ എന്നാണ് അമ്മായി വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നത്. കാരണം നീയല്ല, നിന്റെ ഇനി ഒരു 10 ജന്മം കൂടെ പിറന്ന് വന്നിട്ട് നീ ഇസ്ലാമിനെ കുറിച്ചിട്ട് തെമ്മാടിത്തരവും തെണ്ടിത്തരവും പറഞ്ഞാലും ഇവിടെ ഉള്ള ആളുകളൊന്നും നിന്നെ ഒന്നും മൈൻഡ് ചെയ്തെന്ന് മാത്രമല്ല, നിന്റെ ഒന്നും ഒരു പൂട പോലും ചൊറിയാൻ ഇവരാരും വരുത്തില്ല. പിന്നെ നിങ്ങൾ പറയുന്നത് ആ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സംഭവമായിരിക്കും അല്ലേ? അത് ചില ആൾക്കാരുടെ എന്താ പറയുക വിവരമില്ലായ്മ കൊണ്ട് എന്തോ കയറി ചെയ്തു, അതിൽ പിടിച്ചുകൊണ്ടാണ് പിന്നെ ഈ കേരളത്തിൽ ഇവരിങ്ങനെ കിടന്നുകൊണ്ട് കുരച്ചുകൊണ്ടിരിക്കുക. കാരണം ഇസ്ലാമിനെ തൊട്ട് കഴിഞ്ഞാൽ, ഇസ്ലാമിനെ വിമർശിച്ചു കഴിഞ്ഞാൽ തല കാണത്തില്ല, അല്ലെങ്കിൽ കൈ കാണത്തില്ല, കാല് കാണത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്നുകൊണ്ട് കുരയ്ക്കുന്നുണ്ട്. കുറേ കാലമായി ഇങ്ങനെ കിടന്നുകൊണ്ട് കുരയ്ക്കാൻ തുടങ്ങിയിട്ട്. താഴേക്ക് 40 വട്ടം നീയും നിന്റെ ഇനത്തിൽപ്പെട്ടിട്ടുള്ള ചില ക്ഷുദ്ര ജീവികളും വന്നിട്ടുണ്ട് ഇസ്ലാമിനെ കുറിച്ചിട്ട് ചൊറിഞ്ഞിട്ട് ആരെങ്കിലും നിന്നെ ഞോണ്ടാൻ വരുന്നുണ്ടോ? ആശയത്തെ ആശയം കൊണ്ട് നേരിടും. അത് നിങ്ങൾ പറയുന്നതിന് നമ്മളിങ്ങനെ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കും. എന്തായാലും കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഷെഫീന ബീവിയായിട്ട് ഇവൾ നേരെ നോക്കിയ ഫൈറ്റാ. ഇവക്കെതിരെ ഷെഫീന ബീവി കൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട്. ഷെഫീന ബീവിക്കെതിരെ ഈ വൃത്തികെട്ട കൂതറ കൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട്. കാരണം ഇവരെയൊക്കെ ഒരു പൊതു സംവാദത്തിൽ നേർക്കുനേർ വിളിച്ചു കഴിഞ്ഞാൽ ഇവർ വരില്ല. ഇവർ വന്നു കഴിഞ്ഞാൽ തന്നെ ഉത്തരം മുട്ടിപ്പോകും. കാരണം സംഖ്യകളും കാസായും കൊടുക്കുന്ന ആ സെപ്റ്റിക് മാലിന്യം കോടി കുടിച്ചിട്ടാണല്ലോ ഈ വൃത്തികെട്ട തെമ്മാടിത്തരം വന്നിരുന്നുണ്ട് ഇങ്ങനെ വന്നിരുന്നുണ്ട് പൊലമ്പുന്നത്. അപ്പം നമ്മുടെ ഷെഫീന ബീവി ഇന്ന് ഇതിനൊരു മറുപടി കൊടുത്തിട്ടുണ്ടാകും. ആ മറുപടി കേട്ടപ്പോഴത്തേക്കുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ചിരിയാണ് വന്നത്. കാരണം കേരളത്തിലെ ഈ സെപ്റ്റിക് മാലിന്യങ്ങളൊക്കെ നമ്മളിനി എന്താ പറയേണ്ടത്? എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഷെഫീന കൊടുക്കുന്ന മറുപടി നല്ല അണാക്കി തന്നെ അടിച്ചും കൊടുക്കും. ഒരു ലൈസൻസും ഒരു ബെല്ലും ബ്രേക്കും ഒന്നും ഇവരുടെ കാര്യത്തിൽ ഷെഫീന കാണിക്കാറില്ല. അത് ഞാൻ അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷെഫീനയുടെ ഒരുപാട് വീഡിയോകൾ നമ്മൾ റിയാക്ട് ചെയ്യാറുണ്ട്. നമുക്ക് എന്തായാലും വീഡിയോ നോക്കാം. ഈ ഫോട്ടോയൊക്കെ ഇട്ട് തള്ള ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല കുറച്ച് 2 കണ്ട് ഇട്ടതാണെന്ന് തോന്നുന്നു. എനിക്കിത് ഷെയർ ചെയ്ത് കിട്ടിയ സാധനമാണ്. ഞാൻ എന്തായാലും അവളെ ചാനൽ കാണാൻ പോകത്തില്ല. ഒന്നാമത്തെ കാര്യം, അമ്മയും മകനുമായിട്ടുള്ള ഏറ്റവും പ്രഷ്യസ് ബന്ധത്തിനെ ഏറ്റവും വൾഗറായി അവതരിപ്പിച്ച ഈ വൃത്തികെട്ട സത്വത്തിനെ കാണാനായിട്ട് ഞാൻ പോവാറില്ല. എന്നാൽ ഇങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് റിയാക്ട് ചെയ്യാന്ന് വെച്ചു. ജീവിതത്തിന്റെ സൗന്ദര്യം അതൊന്നു വേറെ തന്നെയാ. അപ്പിക്കുപ്പായത്തിൽ നിന്നിറങ്ങിയപ്പോൾ മനസ്സിന് വെട്ടം വീണു. അപ്പിക്കുപ്പായം ഒന്നും പറയാനില്ല. അതല്ലാതെ ഇവരിട്ട മറ്റൊരു സംഗതിയുണ്ട്. ആക്ച്വലി ഈ ഒരു വിഷയത്തിൽ ആ ഒരു കാര്യം എടുത്തു പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് അതിലേക്കൊന്ന് പോകാം. ഇന്നലെ ഇട്ട പോസ്റ്റാണ്. ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണം. ഒരു AI ഫോട്ടോയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലിന് തുടർച്ചയായി റിപ്പോർട്ടിങ്ങും ഹാക്കിംഗ് പ്രോബ്ലംസും വരുന്നുണ്ട്. ശിവനെ ചാനലിന്റെ റീച്ച് പോകുന്നു. ലൈവ് കയറാൻ ചില സന്ദർഭങ്ങളിൽ പറ്റുന്നില്ല. മറ്റൊരു കാര്യം, ഇപ്പോൾ എൻ്റെ മക്കളെയും അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നു. ആര്? RSS സംഘപരിവാർ. എന്നെ അവർക്ക് കൊല്ലാനേ പറ്റൂ. ആർക്ക്? തോൽപ്പിക്കാൻ പറ്റില്ല. ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണം. എന്താ ഇപ്പൊ അമ്മച്ചി ചോദിച്ചേ? വിമർശനങ്ങൾക്ക് മറുപടി ഉണ്ടയാണ്. നമുക്ക് ചോദിച്ചു കൊണ്ടേയിരിക്കാം. അത് നല്ല കാര്യം, തനിച്ചിരുന്ന് അങ്ങ് ചോദിച്ചോ. ഒരു ചാനലിൽ പോയാൽ പോകട്ടും, പോനാൽ പോകട്ടും പോടാ. തമിഴ് 9 പുതിയത് തുടങ്ങും. അല്ല പിന്നെ അതെങ്ങാനാണ് നല്ലത്. ആക്ച്വലി ഇതെന്താ പ്രശ്നം എന്നറിയുമോ? എന്തോ അൽഗോരിതം തകരാറ് കൊണ്ട് ഇപ്പൊ എല്ലാവർക്കും കുറച്ച് വ്യൂ കുറവാണ്. സെക്കൻഡ് തിങ്, ഈ ഒരു ചാനലിന്റെ എന്താ പറയണ സബ്സ്ക്രിപ്ഷൻ കൂടുന്നത് കുറയുന്നുണ്ട്. മൊത്തത്തിൽ അൽഗോരിതത്തിന് സംതിങ് ഹാപ്പൻ. അതൊരു സത്യമാണ്. അതിനാണ് തള്ള ഉടനെ പറഞ്ഞ ചാനലിന്റെ റീച്ച് പോകുന്നത്. എടീ തള്ള, യൂട്യൂബില് ലൈവിന് പോയിക്കൊണ്ടിരുന്ന വീഡിയോയ്ക്ക് റീച്ച് കുറയും. ഇതൊരു കോമൺ ഫാക്ടറാണ്. അടി, നീ വീഡിയോ ലൈവിൽ പോയിരുന്നു കഴിഞ്ഞാൽ നിനക്ക് സബ്സ്ക്രിപ്ഷൻ കൂടുന്നതിനപ്പുറം വീഡിയോയ്ക്ക് വ്യൂവും പോകത്തില്ല, പൈസയും കിട്ടത്തില്ല. പുലൂസ് കംതി വരാൻ തുടങ്ങിയപ്പോഴത്തേക്കുള്ള തള്ളലാണ്. എനിക്ക് ഇതിനകത്ത് കോമഡി ആയിട്ട് തോന്നി എന്താണെന്നറിയാമോ? എന്നെ അവർക്ക് കൊല്ലാനേ പറ്റൂന്ന്. അത് ആരാണെന്നും കൂടെ പെട്ടാക്കിയിരുന്നേ കൊള്ളായിരുന്നു. എടി, ലോകത്താരെങ്കിലും കക്കൂസ് പൊളിച്ചിട്ട് ജയിലിൽ പോകൂടി. നിന്നെ കൊന്നിട്ട് എന്ത് കിട്ടാനാണ്? നീ അവിടെ ഇരുന്ന് കുരയ്ക്കണം. നീ അവിടെ ഇരുന്ന് കുരയ്ക്കുമ്പോൾ
ഇവർ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു വിഭാഗം ഇവിടെ ഉണ്ടെന്നും അവർ സഹിഷ്ണുതയുള്ളവരാണെന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇത്രയും അമരാവതങ്ങൾ പറയണം നീ ഇങ്ങനെ ജീവനോട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണത്. ഇദ്ദേഹത്ത് ആദ്യം തന്നെ നിന്നെ ഒരു പഠിച്ചതിന് തിരിഞ്ഞു നോക്കൂല എന്നുള്ളത് വ്യക്തമാണ്. പിന്നെന്താണ്, മക്കളെ അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നു. ശോ, പിന്നെ ആരുടെ ഇപ്പോ രാജീവ് ഗാന്ധിയുടെ ഇന്ദിരാഗാന്ധിയുടെ മക്കളല്ലയോ നാട്ടുകാരങ്ങോട്ട് ലക്ഷ്യം വെക്കാനായിട്ട്. ലക്ഷ്യം വെക്കും എപ്പോഴെന്നറിയാമോ? അത് സമയമാകുമ്പോൾ അവർ ലക്ഷ്യം വെച്ചോളും. അവർക്ക് മനസ്സിലാകും ഈ തള്ള കാരണം ഒരാളുടെയും മുമ്പിൽ മുഖം നോക്കി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെന്ന്. പിന്നെ പറയാതെ ചിലപ്പോൾ അസൽ കാരാട്ടിന്റെ പെങ്ങളെ കെട്ടിയവന്മാരെ പോലെ അലവലാദികൾ കാണുമല്ലോ, സ്വാഭാവികം. കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അങ്ങനെയൊക്കെ വല്ലവനൊക്കെ വന്ന് മാന്തിക്കൊണ്ട് പോകും എന്നതിനപ്പുറം അഭിമാനമുള്ള ബോധമുള്ള ഒരുത്തനും എന്തായാലും വരില്ല. ലക്ഷ്യം വെച്ചിരിക്കുന്ന ചാമാനം കണ്ടുവെത്താലും മതി, ഒന്നും പറയാനില്ല. പിന്നെ ചോദ്യങ്ങൾ, നീ ആരുടെ ഈ ചോദ്യം ചോദിക്കാൻ? ടീച്ചറാ? ഏത് വകുപ്പിൽ നീ ടീച്ചർ? കള്ള സർട്ടിഫിക്കറ്റും കൊണ്ടിരുന്നിട്ടാണ് കണ ഇരുന്ന് സംസാരിക്കുന്ന കേട്ടാണ്ടല്ല ഏതാണ്ട് ഒരു സംഭവം നമുക്ക് സ്വയം അങ്ങോട്ട് തോന്നിയിട്ടുണ്ട്. ആ കാര്യത്തിൽ, ആ അപ്പിക്കുപ്പായത്തിൽ നീ മനുഷ്യരെ പോലെ സംസാരിക്കാൻ പഠിക്കടി ആദ്യം. നല്ല കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് വീഡിയോ ഇടുക, അപ്പൊ നല്ല റീച്ച് കിട്ടും. ലൈവും കൊണ്ടിരുന്ന ഒരു പട്ടിച്ചാത്തനെ നോക്കും, ഞാൻ കാണാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് കമന്റ് ഇടുമ്പോൾ നീ എന്നെ മൈൻഡ് പോലും ചെയ്യാറില്ല. കാരണം ഞാൻ വിളിക്കുന്നത് തെറിയായതുകൊണ്ടായിരിക്കാം. നിനക്ക് തെറിയേ ഞാൻ തരുള്ളൂ, അത് വേറെ കാര്യം, അത് പോട്ടെ. ഇനി നീ ചോദിച്ചോണ്ട് 9 എണ്ണം തുടങ്ങുന്നു. അതിപ്പോ അങ്ങനെയാണല്ലോ. അതിപ്പോ ചാനലിന്റെ കാര്യത്തിലായിരുന്നാലും കെട്ടിയവന്റെ കാര്യത്തിലായിരുന്നു ഒന്ന് പോയാൽ നമ്മൾ 9 പിടിക്കും, അത്ര തന്നെ. അതാണല്ലോ എക്സ്പീരിയൻസ്. ആ ഒരു കാര്യത്തിൽ ഞാൻ നിന്നെ സമ്മതിച്ചു കേട്ടോ. വേറെ ആരെ കൊണ്ട് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും വലിയ തലങ്ങളിലേക്ക് ചിന്തിച്ച് ഒന്ന് പോയാൽ 9 എന്ന ഒരു വലിയ മെസ്സേജ് കേരളത്തിലുള്ള പെണ്ണുങ്ങൾക്ക് കാഴ്ചവെച്ച മിടുക്കിയാണ് നീ. ഏത് ആരെന്ന് നിങ്ങൾക്ക് വല്ല മനസ്സിലായില്ല? കാമിത പ്ലീച്ചറിന്റെ കേസാ. ശരി, ലാൽ സലാം. ഫോട്ടോ ഇട്ടുകൊണ്ട് വന്ന് നിൽക്കുകയാണ് തിളക്കം. പിന്നെ ഇപ്പൊ ഇത് അതാണ് ഹോബി എന്നും പറഞ്ഞിട്ട് അടുത്തടുത്ത ഫോട്ടോസ് വരുന്നുണ്ട്. പിക്ചറാണ് അവർ ഷെയർ ചെയ്തത്, പൊട്ടക്ക കുത്തിയിട്ടേ. ആ കൊള്ളാം, നല്ലത് കാര്യം. നീ എന്തെങ്കിലുമൊക്കെ കോപ്രായങ്ങൾ കാണിരും, അപ്പൊ അവറ്റകൾ നിന്നെ പിടിച്ച് തൂക്കി തലയെ വെക്കും. നീ ഇതിന്റെ കൂടെ വേറൊരു കോമഡി പറഞ്ഞിട്ടുണ്ട്. ഞെത്രത്ത് പുള്ള എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തത്. രണ്ടുപേരും ചേരും, പൈസാക്കള്ളികളും കക്കലും മോട്ടിക്കലും ഉമ്പിക്കലും ഒക്കെ ഉള്ള 2 പെണ്ണുങ്ങളാകുമ്പോൾ നല്ലപോലെ ചേരും. നല്ല ചേർച്ചയാണ്. അല്ലടി ഏറ്റുമാനൊരു കുണ്ടി നിന്നെന്തരാ വലിപ്പിച്ചെന്ന് കേട്ടല്ല. അതാണ് ഷെഫീന തന്ന ഒരു ഗിഫ്റ്റ് ആയിട്ട് നീ അതങ്ങ് സ്വീകരിച്ചോളൂ കേട്ടാ. പോട്ടെ, ശരി എന്നാ. നല്ല സൂപ്പർ മറുപടിയല്ലേ ഷെഫീന കൊടുത്തത്. ഇതുപോലുള്ള സെപ്റ്റി ടാങ്കുകൾക്ക് മറുപടി കൊടുക്കാൻ ഷെഫീന ബെസ്റ്റാണ്. കാരണം അവർ അതങ്ങ് അടിച്ചങ്ങോട്ട് അണ്ണാക്കിലോട്ടങ്ങ് കയറ്റിയും കൊടുക്കും. എന്താണെങ്കിലും അപ്പിക്കുപ്പായത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ചേച്ചിക്ക് നല്ല പുരോഗമനമുണ്ട്. കാരണം പറഞ്ഞില്ലേ, ഒരു ചാനൽ പോയി കഴിഞ്ഞാൽ 9 ചാനൽ ഞാൻ ഉണ്ടാക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഭർത്താക്കന്മാരുടെ കാര്യത്തിൽ വന്ന് നമ്മുടെ ഷെഫീന പറഞ്ഞതുപോലെ, ഞാനല്ല ഷെഫീന പറഞ്ഞതുപോലെ അതൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ല മിടുക്കിയാണ് കേട്ടോ. പിന്നെ മോള് ആരൊക്കെയോ റാഞ്ചിക്കൊണ്ട് പോകുന്നത് വല്ല സംഖ്യകളും വല്ല ആയിരിക്കും റാഞ്ചിക്കൊണ്ട് പോകുന്നത്. എന്നിട്ട് വവ്വാലി ചപ്പിയത് കണക്ക് എവിടെയെങ്കിലുമൊക്കെ വലിച്ചെറിയാനാണ് ഇവറ്റകളുടെയൊക്കെ വിധി എന്നുള്ളതല്ലാതെ എന്തായാലും നല്ല വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും